നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, മറീഫ്രൈ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മളെല്ലാവരും തന്നെ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ, എപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം, സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ. നമ്മൾ അതിനു വേണ്ടിയാണ് ഹാർഡായിട്ട് ഏൺ ചെയ്യുന്നത്. ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു എന്നിരിക്കട്ടെ. നമ്മൾ എന്താണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബോധമുണ്ടെങ്കിൽ പോലും ബോധമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ തന്നെ എന്നെ പെട്ടെന്ന് എത്തിക്കണേ എന്നായിരിക്കും വിചാരിക്കുക, അല്ലേ? ഒരു മികച്ച ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ അവിടെ എത്രത്തോളം എമൗണ്ട് അതിന് വേണ്ടി വരും എന്നുള്ള ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടാകും, അല്ലേ? നമ്മൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ഏതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കാവൂ. ആ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ ഏകദേശം എത്രത്തോളം ബിൽ എമൗണ്ട് വേണ്ടി വരും എന്നുകൂടെ നമ്മൾ അറിഞ്ഞു വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ അതിനുള്ള സേവിങ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ നമുക്ക് ഗോൾഡ് ഉണ്ടാവാം, മറ്റ് അസറ്റുകൾ കാണും, അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് കാണും. ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇതിലും ഈ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള സേവിങ്സിനേക്കാളും അപ്പുറത്താണ് ബില്ല് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ സേവിങ്സിനും അപ്പുറം ഒരു ബിൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യുക? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെയുള്ള ആളുകളോട് കടം ചോദിക്കുക. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മളെ ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും പറ്റിയാൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ ഈ പറഞ്ഞ ആളുകളെയൊക്കെ പോയി കാണാനോ അവരെ വിളിച്ച് ചോദിച്ച് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും ഭയങ്കര ദുരിതപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും അതല്ലേ. അവർ ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായില്ല എന്ന് വരാം. ചിലർക്ക് തിരിച്ച് കിട്ടുമെന്നുള്ള പേടി കൊണ്ട് ചിലപ്പോൾ തരാൻ വൈമുഖ്യം കാണിച്ചേക്കാം. പല സിറ്റുവേഷനും നമ്മൾ അന്നേരം കാണേണ്ടി വരും അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. ഈ സമയത്ത് നമ്മുടെ ട്രീറ്റ്മെന്റ് നടക്കാനും വൈകിക്കൊണ്ടേയിരിക്കും, അല്ലേ? വേണ്ട തുക കെട്ടിവെക്കാതെ ഹോസ്പിറ്റലുകാർ നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് തന്നിരിക്കില്ല. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. കിടക്കുന്ന പേഷ്യന്റിന് മാത്രമല്ല അയാളുടെ ഒപ്പമുള്ള ഫാമിലിക്ക് കൂടെ വല്ലാത്തൊരനുഭവമായിരിക്കും. ഇത്തരം സിറ്റുവേഷനിൽ മറികടക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം സിറ്റുവേഷനിൽ മറികടക്കാൻ നമ്മൾ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, നമ്മൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ വാങ്ങുക എന്നുള്ളത്. നമ്മളുടെ ഹെൽത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ 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 അത്യാവശ്യമാണ്. കാരണം ഹെൽത്ത് ഇല്ലെങ്കിൽ വെൽത്ത് ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് ആരോഗ്യമില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ബലമാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുത്തു വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാനോ കൂട്ടുകാരെ ബന്ധുക്കളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരാനോ നമ്മുടെ ഫാമിലി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നടക്കേണ്ടി വരാനോ നമ്മുടെ ട്രീറ്റ്മെന്റ് വൈകിക്കേണ്ടി വരാനോ അല്ലെങ്കിൽ അതൊന്ന് പരിമിതപ്പെടുത്തേണ്ടി വരാനോ ഒന്നും സാധ്യതയില്ലാതെ മികച്ച ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മളുടെ ആരോഗ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കാനും സാധിക്കും. നമ്മളുടെ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കളയാതെയും നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളെല്ലാം ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുവരെ എടുക്കാൻ പിന്നെയാവട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും നിങ്ങളുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.